എന്റെ ചർച്ചിന്റെ അകത്ത് ഇത്രയും ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഇത്രയും ദൈവമക്കളെ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് കർത്താവ് പറയാ, സാം ജോസഫ് അടുത്ത സൺഡേ അവിടെ കാണണ്ട, പെട്ടെന്ന് ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ നോർത്തെ. പ്രൈസ് ദി ലോർഡ്. എന്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അനുഗ്രഹിക്കപ്പെട്ട സഭ നടത്തുകയാ. 2.5 വർഷം കൊണ്ട് കുറെ ആത്മാക്കൾ സ്നാനപ്പെട്ട് ഉപവാസം ഇരുന്നും പ്രാർത്ഥിച്ചും ദൈവശക്തി ആർജിച്ച് ആത്മശക്തിയോടെ ജനം സൗഖ്യമാകുന്നു, ജനം വിടുവിക്കപ്പെടുന്നു. ദേശം ഇളകിക്കൊണ്ടിരിക്കുന്ന സമയം ധാരാളം ആത്മാക്കൾ സഭയിലേക്ക് ഓടി വരുമ്പോ പെട്ടെന്നൊരു സൺഡേ ആരാധനയിൽ പുതിയ ആത്മാക്കൾ വന്നു സ്നാനപ്പെടാൻ ജനം തയ്യാറായി നിൽക്കുകയാ. ആമേൻ. ആരാധന കഴിഞ്ഞു വൈകുന്നേരം ഞാൻ എന്റെ റൂമിൽ ഇരിക്കുമ്പോൾ എന്റെ ലീഡർ എന്നെ വിളിക്കുകയാ, പാസ്റ്റർ ഇന്ന് രാത്രി ആ സഭയിൽ നിന്ന് നീ മാറണം. ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്തൊരു ശബ്ദമാണിത്, മാറണം? പാസ്റ്റർ എന്റെ ലീഡറാണ്, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. പക്ഷെ ഒരു സൺഡേയും കൂടി എനിക്ക് തരാങ്കി അടുത്ത സൺഡേ ഞാനൊന്ന് ഹായ് പറഞ്ഞ് ഒന്ന് ബായ് പറഞ്ഞ് സ്നേഹത്തോടെ ദൈവമക്കളെ കണ്ടിട്ട് പോകാം. പാസ്റ്റർ എന്നോട് പറഞ്ഞെന്നറിയാമോ, ഇന്ന് രാത്രി അവിടെ നിന്ന് മാറണം. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാ കാര്യം. എന്റെ ലീഡർ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന പോലെ ദൈവശബ്ദം കേൾക്കുന്ന ഒരാളാണ്. എന്റെ ദൈവമക്കളോട് ഒരു വാക്ക് പോലും പറയാൻ അനുവാദം കൊടുക്കാതെ എന്റെ ലീഡറിന്റെ വാക്ക് കേട്ടൊരു സൈക്കിൾ ചവിട്ടി ഒരു കവറിന്റെ അകത്ത് എന്റെ ബൈബിളും ഒരു 1-2 ജോഡി ഡ്രസ്സേ എനിക്കുള്ളൂ, അതും എടുത്തു വെച്ച് ഞാൻ ആ സമയത്തെ കാര്യം പറയണേ, തെറ്റിദ്ധരിക്കരുത്, ദയവ് ചെയ്ത് എന്നെ ക്രൂശിക്കരുത്. സ്തോത്ര. ആമേൻ. ആ സൈക്കിളും ചവിട്ടി രാത്രി ഞാൻ പോകയാ. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അബ്രഹാമിനോട് പറഞ്ഞ പോലെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തോട്ട് പോകാന്ന് പറഞ്ഞ ഏതെങ്കിലും ബസ്സിൽ അങ്ങനത്തെ ഒരു ബോർഡുണ്ടോ, കാണിപ്പാണ്ടിരിക്കുന്ന നാടെന്ന്? പക്ഷേ അബ്രഹാമിന് ഉറപ്പാ, പറഞ്ഞ ദൈവം വിശ്വസ്തനാ. പറഞ്ഞിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് കൂടാരത്തിന്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങി തമ്പുരാനോട് ചോദിക്കണം എങ്ങോട്ട് പോകണം. കർത്താവ് പറയും ലെഫ്റ്റ്. അവിടെ ചെല്ലുമ്പോൾ 4 കൂടുന്ന വഴി. കർത്താവിനോട് ചോദിക്കുക എങ്ങോട്ട് പോകണം. കർത്താവ് പറയും റൈറ്റ്, സ്ട്രൈറ്റ്. പറഞ്ഞു നീ എത്തുന്നത് വാഗ്ദത്ത നാടാകുന്ന കനാനിലായിരിക്കും. ആമേ. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഞാൻ ഇറങ്ങി തിരിച്ചു റോട്ടിക്കൂടെ സൈക്കിൾ ചവിട്ടി എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ അവിടം വരെ ഒന്ന് വരിക, ഒരു രാത്രി എനിക്കൊന്ന് താമസിക്കണം, നാളെ ഞാൻ അവിടെ നിന്ന് പൊക്കോളാം. എന്റെ ഫ്രണ്ട് പറഞ്ഞു, നീ വാ, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കുക. ഞാൻ പോകുന്ന വഴി ഒരു റോഡ് സൈഡിൽ ഞാൻ കരഞ്ഞുകൊണ്ടാ പോകുന്നത്, കരഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടാ പോകുന്നത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ നാവ് പിഴച്ചിട്ടില്ല, ഒരു വ്യക്തിയോട് ഞാൻ ജഡീകമായി സംസാരിച്ചിട്ടില്ല. 21 ദിവസം ഫാസ്റ്റ് ചെയ്ത് 40 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥനാ മുറിയിൽ 8-10 മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കുന്ന കാലങ്ങൾ. ആ സമയത്ത് ആ പൊക്കോളാൻ പറയുന്നത് വളരെ പെട്ടെന്ന് ഞാൻ ആ യാത്ര പോയി. എന്റെ ഉള്ളത്തിൽ ഭയങ്കര വേദന. ആമേ. ഞാൻ കരഞ്ഞു പോകുമ്പോൾ എന്റെ കർത്താവിന്റെ വചനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ഇത് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിന്റെ അകത്തിരിക്കുന്ന ദൈവദാസന്മാർക്കോ ദൈവമക്കളിൽ ഒരാൾക്കോ അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ എന്നെങ്കിലും ഒരിക്കൽ ആഗ്രഹമുള്ള ഒരാളെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവർക്കോ പ്രയോജനപ്പെടേണ്ടതിനായി മാത്രം ഞാനിത് പറയുകയാ. ഒരു റോഡിന്റെ ഒരു സൈഡിൽ കൂടി സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ഇടിമുഴക്കുമ്പോൾ ഒരു ശബ്ദം എന്റെ കാതിൽ വെട്ടി. എന്റെ കൺട്രോൾ പോയി. എന്റെ സൈക്കിൾ റോഡിലേക്ക് തെറിച്ചു. ഞാൻ നേരെ റോഡ് സൈഡിൽ പുല്ലിലേക്ക് ഞാൻ തെറിച്ചു. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. റോഡിലേക്ക് സൈക്കിളും പോയി. ഞാൻ തെറിച്ചു വീഴുന്നത് ആമേ ഒരു പുല്ലിലേക്കാണ്. ആൾക്കാർ ഓടിക്കൂടി. ഞാൻ അവിടെ കിടന്ന് പിടയ്ക്കുകയാ. എനിക്കറിയത്തില്ല എന്താ സംഭവിക്കണത്. ഞാൻ ജനിച്ചു വളർന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലാണ്. അവിടെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എന്റെ ലൈഫിലും ഇത് ആദ്യമാണ്. ഞാനാണ് പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വോയിസ് എനിക്കറിയാം. എന്നെ ആകമാനം എടുത്ത് കൊടഞ്ഞുപോയി. ആൾക്കാരെല്ലാം ഓടിക്കൂടി എന്നെ ഇങ്ങനെ നോക്കുക. അവർ വിചാരിച്ചു പാഗലാണ്, ഒരു ഹാഫ് ഭ്രാന്തനാണ് എന്നാണ് അവരുടെ വിചാരം. എനിക്കറിയാം എനിക്ക് ഭ്രാന്തില്ല. പക്ഷെ എന്തോ ആത്മശക്തി എന്റെ മേൽ തൊട്ടിട്ടുണ്ട്. റോട്ടിൽ വെച്ച ഈ സംഭവം ഞാൻ തപ്പിയെടുത്തു, തെറിച്ചുപോയ ബൈബിൾ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് മുട്ടുമടക്കി തിരുവെടുത്തെടുത്ത് ഞാൻ കേട്ട ശബ്ദം വായിക്കുകയാ. ബൈബിൾ എന്റെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ വന്ന ആൾക്കാർ പറഞ്ഞു, ക്രിസ്ത്യാനിയായ ഭൂതവാ, കുഴപ്പമില്ല, ഇച്ചിരി കൂടിപ്പോയതാ, ഇതൊക്കെ എനിക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് കരഞ്ഞുകൊണ്ടുപോയി എന്നെ ആത്മാവിൽ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ തൊടുകയായിരുന്നു. എന്റെ സഹോദര, നീ പറയുമ്പം നിൽക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്, നിന്നെ പേടിയുള്ളവനല്ല പരിശുദ്ധാത്മാവ്. നീ കാര്യങ്ങൾ ക്രമീകരിച്ച് ഇങ്ങനെയേ പറ്റുമെന്ന് പറഞ്ഞാൽ നിന്നു കൊടുക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്. ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് അന്ന് ഞാൻ കേട്ട ദൈവശബ്ദം എന്നെ വെട്ടി തിരിക്കുകയായിരുന്നു. അതോടുകൂടെ എന്റെ ലൈഫ് മാറാൻ
തുടങ്ങി. ഞാൻ ആള് മാറിയവനെ പോലെ സൈക്കിളും ചവിട്ടി ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുക്ക ചെന്നു. എന്റെ വെള്ള ഷർട്ട് മുഴുവൻ ചെളി പിടിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചടേ, നിനക്ക് വല്ല അപകടം സംഭവിച്ചോ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞടാ, പരിശുദ്ധാത്മാവ് എന്നെ കയറി തൊട്ടു, റോഡ് സൈഡിൽ വെച്ച് തൊട്ടതാണ്. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. എനിക്ക് സന്തോഷമായി. പിറ്റേ ദിവസം രാവിലെ ആ ദൈവദാസൻ, എന്റെ ലീഡർ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എന്റെ ചർച്ചിൽ 500-ലധികം പേരുണ്ടെന്ന് നിനക്കറിയാമല്ലോ, ഇന്ന് നീ ഇവിടെ ശുശ്രൂഷിക്കണ, ദൈവാത്മാവ് നിന്നെ ഇവിടെ ഉപയോഗിക്കാൻ പോകുകയാ. ഞാൻ പറഞ്ഞില്ല, 10-20 പേരുടെ മുമ്പിൽ പ്രസംഗിച്ച് ശീലമുള്ള ഞാൻ 100 കണക്കിന് പേരുടെ മുമ്പിൽ മൈക്കെടുത്ത് നിന്നിട്ടില്ല. വേണ്ട, അല്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്നോട് മാറാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പിറ്റേ സൺഡേ എന്റെ ലീഡറിന്റെ ചർച്ചിൽ കയറി ജീവിതത്തിൽ ആദ്യമായി 100 കണക്കിന് ദൈവമക്കളുടെ മുമ്പിൽ ഞാൻ കേട്ട ദൈവശബ്ദം ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ ആ ആലയത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. എന്റെ മിനിസ്ട്രിയിൽ ആദ്യമായി ഞാൻ കാണുന്ന ആത്മപകർച്ച എന്നെ പുറത്തെടുക്കാൻ എന്റെ ലീഡർ വഴി പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടതായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആമേ, എന്ത് കണ്ടോ അത് മാത്രം പ്രാപിച്ചുകൊണ്ട് ജീവിതം തീർക്കരുത്. പ്രാപിച്ചത് നല്ലതാ, പ്രാപിക്കാൻ പോകുന്നത് അതിനേക്കാൾ നല്ലതാ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ പ്രാപിച്ച് തീർന്നിട്ടില്ലെന്ന് ഉറപ്പുള്ളവരുണ്ടേ ഒന്ന് കർത്താവിന്റെ മുമ്പിൽ കര ഉയർത്തിപ്പിടിച്ചേ. കമാൻ. യെസ്, യെസ്, ഞാൻ പ്രാപിച്ചത് മാക്സിമം അല്ല, ഞാൻ പ്രാപിച്ച അഭിഷേകം മിനിമം ആണ്. ഇനിയും എനിക്ക് പ്രാപിക്കാൻ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരം താത്തി ഇടരുത്, ആ കര ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറ ദൈവത്തിന്, ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി ഒരു ആത്മപകർച്ച ഇവിടെ ഉണ്ടായാൽ ചിലതിനെ പരിശുദ്ധാത്മാവ് തൊടാനിടയായി തീരും. തമ്പുരാൻ എന്നെ തൊട്ട ചില നിമിഷങ്ങളുണ്ട്. ഈ രാത്രി ഞാൻ ദൈവസഭയോട് പറയുക, ആരെയും പേടിച്ച് നിന്റെ ശുശ്രൂഷ ഒതുക്കി വെക്കരുത്. ആരെയും ഭയപ്പെട്ട് നിന്റെ ഭാവി നീ തകർത്ത് കളയരുത്. മനുഷ്യ ഭയം ഒരു കണിയാണ്. ഇന്ന് രാത്രി തലമുറകളോട് ഞാൻ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുക, പരിശുദ്ധാത്മാവിന് കീഴടങ്ങുക. എന്നിട്ട് ദൈവമേൽപ്പിച്ച തീ പിടിച്ച ഒരു ശുശ്രൂഷ ഈ തലമുറയിൽ ചെയ്യാൻ കരുത്തുള്ളവർ പറ. ഹല്ലേലൂയ. ആരുമില്ലാത്ത സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞപ്പോ അതുപോലെ അനുസരിച്ചു പോയ സുവിശേഷകനാകുന്ന ഫിലിപ്പോസ് ആരുമില്ലാത്ത ഗസയിൽ ചെന്നപ്പോ ഒരു രാജരഥം വരികയാ. രാജരഥത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ഒരു ധനകാര്യ മന്ത്രി വിശുദ്ധ തിരുവെഴുത്തിന്റെ ചുരുള് വായിച്ചുകൊണ്ടിരിക്കുകയാ. തമ്പുരാൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, ചേർന്ന് നടക്കാൻ പറഞ്ഞു. ചേർന്ന് നടക്കാൻ പറഞ്ഞപ്പോ അവൻ ചേർന്ന് നടക്കാൻ വേണ്ടി ഓടിയെന്ന മലയാള ബൈബിളിൽ എഴുതിയത്. ഓടിച്ചെന്ന് അവൻ ചേർന്ന് നടന്നു. ആലോചന അനുസരിക്കാൻ വേണ്ടിയുള്ള വോട്ട്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവശബ്ദം അനുസരിക്കാൻ വേണ്ടിയുള്ള നിന്റെ വോട്ട്, ദർശനം പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള നിന്റെ വോട്ട് ഇന്ന് രാത്രി എന്റെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആർക്കും തടുക്കാൻ ഒക്കത്തില്ല. കാര്യ പഴയ നിയമത്തിൽ ഇതേ ഗസയിൽ വെച്ചാണ് ശാംസൺ തകർന്നു പോയത്. ഇതേ ഗസയിൽ വെച്ചാണ് ശിംശോൻ തകർന്നു പോയത്. കണ്ണ് രണ്ടും കുത്തി പൊട്ടിക്കപ്പെട്ടവനായി, ദൈവശക്തി നഷ്ടപ്പെട്ടവനായി, പിശാചിന്റെ മുമ്പിൽ കളിപ്പാവ പോലെ വട്ടം കിടന്ന് കറങ്ങിയത് ഇതേ ഗസയിലാണെങ്കിൽ, പഴയ നിയമത്തിലെ ഒരു മനുഷ്യൻ പരാജയപ്പെട്ട സ്ഥലത്ത് പുതിയ നിയമത്തിൽ ഒരു ദൈവദാസനെ ആമേൻ ജയിക്കാൻ വേണ്ടി ദൈവം അനുഗ്രഹിച്ച് അയക്കുകയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, പലരും തോറ്റു തുന്നം പാടിയ സ്ഥലത്ത് നീ ജയിക്കാൻ പോകുകയാ. പോരാ പോരാ പോരാ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. പലരും തോറ്റ് തലകുനിച്ച സ്ഥലത്ത് നീ ജയിക്കാൻ പോകുകയാ. പലരുടെയും വീട്ടിൽ ക്യാൻസർ ജയിച്ചു, നിന്റെ വീട്ടിൽ യേശു ജയിക്കുകയാ. പലരുടെയും വീട്ടിൽ ആഭിചാരം ജയിച്ചു, നിന്റെ വീട്ടിൽ അഭിഷേകം ജയിക്കുകയാ. പലരുടെയും വീട്ടിൽ മന്ത്രവാദം ജയിച്ചു, നിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ജയിക്കുകയാ. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ആമേൻ ആത്മാവിന്റെ വാള് വീശി വെട്ടുന്നത് ഞാൻ കാണുകയാ. അന്ധകാരത്തിന്റെ അടിത്തറ ഇളക്കാൻ, മന്ത്രവാദങ്ങളുടെ ആമേൻ അടിത്തറ ഇളക്കാൻ ഈ രാത്രി നിന്റെ മേൽ ജയം ജയം ജയ, പരിശുദ്ധാത്മാവിന്റെ ജയം ഞാൻ ഡിക്ലെയർ ചെയ്യുകയാ. കമാൻ. അഭിഷിക്തന്മാരെ, ഇതുവരെ ശുശ്രൂഷിച്ചത് നല്ലതാണ്, പക്ഷെ ഇനി ശുശ്രൂഷിക്കാൻ പോകുന്നത് അതിനേക്കാൾ നല്ലതാണ്. ഇതുവരെ പ്രസംഗിച്ച പ്രസംഗം നല്ലതാണ്, പക്ഷെ ഇതിനെ ഇനി പ്രസംഗിക്കാൻ പോകുന്ന വചനം അതിനേക്കാൾ പവർഫുൾ ആണ്. ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയാ. അതുകൊണ്ട് ദൈവമക്കൾ, ഈ മീറ്റിംഗ് ഒരു ചടങ്ങ് മീറ്റിംഗ് പോലെ കാണരുത്. എന്നും കുന്നുമുള്ള പ്രാർത്ഥന പോലെ, ഒരു പാരമ്പര്യ സഭയുടെ മീറ്റിംഗ് പോലെ ഇന്ന് രാത്രി ആക്കി നീ ഇതിനെ കെട്ടിപ്പൂട്ടി ഇടരുത്. ഇന്ന് രാത്രി ആത്മാവിന്റെ കയ്യിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. കൃപാസനം ദൈവസഭ ഒരു ചരിത്ര വിഷയമായി മാറാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാ. ലോകം അറിയപ്പെടുന്ന ഒരു ദൈവസഭയാക്കി ഈ ദൈവസഭയിലെ ഉണർവ് മാറ്റിയെടുക്കാൻ എന്റെ ദൈവം തയ്യാറാണെങ്കിൽ അതിന് ആമേൻ പറയാൻ കരുത്തുള്ളവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക.